എന്തെങ്കിലുമൊക്കെ പറ്റണ ലക്ഷണമുണ്ട്. ഈ പണ്ടാരത്തിനെ കടലിൽ നിന്ന് കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കണത് ആരാണെന്ന മോലാളുടെ വിചാരം? ലക്ഷപ്രഭുവാണ്, ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും. ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ ഇന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറം ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇവൻ ആരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്നറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിച്ചാ പോരെ? അപ്പൊ അവൻ പറയില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ ഫോട്ടോ കളഞ്ഞേക്കാം. വന്നു. ആര്? ബോധം. ഭൂതോ? ഭൂതമല്ല, ബോധം. കണ്ണൂർ ചിരിക്കാട്ടില്ലേ? മോനെ, നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ. ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്ക്, ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്? നാടെവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. ഒന്നും പേടിക്കണ്ട, കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തേലും ഉണ്ട്. നമുക്ക് ഉടനെ മേടിക്കാത്. മോന്റെ വീട് എവിടെയാണ്? പറ മോനെ. ഞങ്ങള് പറയണത് മോൻ കേക്കണുണ്ട? ആ, എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ, മോനൊന്നുകൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. രമണ, അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കടേ. ആ പിന്നെ, നിന്നെ രക്ഷിച്ച വകയിൽ കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഇന്ന് കിട്ടണം. ബോധം പോയി. ബോധം പോയ പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഇനി ബോധം വന്നെ വരെ വെയിറ്റ് ചെയ്തി. ഗ്ലൂക്കോസ് പകുതിയായി. എടാ, ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, നീ ആരാണ്? എന്താണ്? ഊരും കൂടി എവിടെയാണ്? കാശപ്പ തരും. എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ? ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. കണ്ട, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. എടാ, സത്യം പറഞ്ഞു, നിന്റെ വീടെവിടെയാണ്? എന്ത് ഇവിടെ രമണ? ആംഗ്യ ഭാഷ ചോദിക്കും മുതലാളി. എന്നാ ഊരും കൂടി എവിടെയാണ് ആംഗ്യ ഭാഷ ചോദിക്ക്. ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം. എടാ, നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ? അയ്യോ, കഞ്ഞി കൊടുത്താ പറയാന്ന്. മൂണങ്ങ്. നിന്റെ ഊരും കുടി എവിടെയാണ് പറ. അത്തായത് നിന്റെ ഇനി നീ ഊരണ്ട. ഓക്കെ മോനെ, മോനെ, വീട് നിന്റെ എവിടെയാണ്? മോലാളുടെ വീട് എവിടെയാണെന്ന്? ചുടുകാട്ടിൽ. എനിക്ക് വീടില്ല. ഞാന് കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചു തരാം. ആംഗ്യ ഭാഷയിൽ. ആംഗ്യ ഭാഷയിൽ. ജബാ ഊര്. അതെന്താ മുതലാളി? ഇവിടെ കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുതലാളി. ഇത് ഓക്കെ. കാല് 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 കാല്. ജബാ അടി. അയ്യോ, കാലടി കാലടി കാലടി. വെട്ടൂര് ചോദിക്കട്ടെടാ, വെട്ടൂര്. വെട്ടൂര് ചോദിക്കട്ടെ. വെട്ടിക്കൊല്ലും പണ്ടാരടക്കാൻ. അവനേത് ഗുദാമെങ്കിലായിട്ട് ഇത് ചോദിക്കട്ടോ. നിനക്കെന്ന് പറയാൻ കാശ് പണം എന്താണ്? ഞാൻ കോഴിക്കോട് ചോദിക്കും. മോനെ, മോനെ, കോഴി 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 കോഴി. ഡാൻസ് അല്ലടാ, കോഴി കോഴി. കോഴി കോഴി. കോട്. കോടങ്ങനെ പറയും. അതെ, കോച്ചുവാദം വരുമ്പോ കോടും ഇല്ല ഇങ്ങനെ. കോട്. കോഴിക്കോട്. കോഴിക്കോട്. രക്ഷപ്പെട്ട്.
ആ ഓംലെറ്റ് മേടിച്ചു കൊടുക്കാം കോട്ട് കൊല്ലിച്ച എങ്ങാനാ ഇഞ്ഞൊന്നേ നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എസ് ഐ പറഞ്ഞു. എന്താ കാര്യം? നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയെന്ന് അറിഞ്ഞു. കിട്ടിയ സാധനമായിട്ട് ചെല്ലാനാ പറഞ്ഞേ. ഇതാണ് കിട്ടിയ സാധനം. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അത് കൊള്ളാം. പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തൂടണ്ട അകത്തൂടണ്ട, അവനാ വാതുക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോ ഇതിന്റെ ചെലവ്? ചെലവൊന്നും വേണ്ട, ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി. താങ്ക് യു. ഹലോ ഹലോ, ഞാൻ ഉണ്ണിയുടെ അമ്മാവനല്ലേ? അതെ. ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. ഓ അതെ, പൈസ കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് ഒക്കെ ഉടനെ കിട്ടും. ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ആള് മരിച്ചു ഉറപ്പായി. അല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ. എനിക്കും തരാനില്ല. ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്. അങ്ങോട്ടോ? ഇങ്ങോട്ട് വിഷം കേടാക്കി. ഏയ്, പണം തന്നിട്ട് പോണം. പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല, പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല. ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്നു? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുമെന്ന്. ആര്? ഇയാളെ. ഇയാളെ വേണ്ടടാ, വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ചേട്ടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ. മുതലാളി, അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോടാ, പോയി നോക്കടാ. അയ്യോ,